ദേവസ്വം ബോർഡും സർക്കാരും കൂടി ചേർന്ന് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടിയിരിക്കുകയാണ്. സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാം എന്നുള്ള ഉത്തരവ് വന്നപ്പോൾ സ്ത്രീകളെ കയറ്റിയ പാർട്ടിയാണ് ഇടതുപക്ഷം. അതിനുശേഷം അവരുടെ പല കോട്ടകളിലും വിള്ളൽ വീണു. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇലക്ഷൻ അടുത്തപ്പോൾ നവകേരള സദസ്സ് പോലെ അടുത്ത പദ്ധതി അയ്യപ്പ സംഗമമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളതല്ലേ? അതെ, ഇപ്പോൾ ഈ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പരിപാടിയായിട്ട് തന്നെ ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. കാരണം ഇടതുപക്ഷ സർക്കാരാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ മുഖമുദ്ര തന്നെ ഈശ്വര വിശ്വാസം ഇല്ലായ്മയാണ്. ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ ഈ ഒരു ഈശ്വര വിശ്വാസി ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നതിനേക്കാൾ ചുരുക്കി പറഞ്ഞ ഇരട്ടിയിലേറെ തവണ ദൈവം ഇല്ല എന്ന് പറയാൻ വേണ്ടി അവർ ഉപയോഗിക്കാറുണ്ട്. ആ പറയുമ്പോൾ ദൈവം ഉണ്ട് എന്ന് മനസ്സിലും മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി ഇല്ലെന്ന് പറയുന്ന ഒരു നയമാണ് ഇവർക്കുള്ളത്. പിന്നെ ഇപ്പൊ പൊതുവെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വരുന്ന ഒരു വ്യത്യസ്തമായ വാർത്ത എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. സാധാരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വരുന്ന വിമർശനങ്ങളെല്ലാം പെണ്ണുപിടി കേസുകളാണ്. എല്ലാവരും പരസ്പരം ഇപ്പോ പ്രതിപക്ഷത്തിരിക്കുന്നവർ ഭരണത്തിലിരിക്കുന്നവരുടെ അഴിമതി എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഈ വിമർശിക്കേണ്ടത് ഭരണപരമായ കുറ്റങ്ങളെയാണ് ഉയർത്തിക്കാട്ടേണ്ടത്. അതിന് പകരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരെ ചാറ്റ് ചെയ്തു, ആരെ വീഡിയോ കോൾ വിളിച്ചു, ആരെ ബന്ധത്തിൽ ഏർപ്പെടാൻ പോയി, ഈ കണക്കുകൾ മാത്രമാണ് ഇവിടെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മറ്റൊരു കാര്യം, ഇവർ ആരോപിക്കുന്നതിലുപരി മാധ്യമങ്ങൾ പോലും വാർത്ത കൊടുക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ഇത്തരം അവിഹിത കഥകൾക്ക് മാത്രമാണ്. അതിന്റെ പിന്നിൽ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നമുക്ക് പറയാമെങ്കിലും അത് അവരുടെ കുറ്റം തന്നെയാണ്. കാഴ്ചക്കാർ ഉണ്ടാകുന്നത് അഴിമതി കേസുകളെക്കാളും ഈ അവിഹിത കഥകൾക്കും അതിനൊക്കെ മാത്രമാണ് കാഴ്ചക്കാരുണ്ടാവുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ ഒരു വാർത്തയെ പറ്റി സംസാരിക്കുമ്പോൾ അയ്യോ അതെടുത്താൽ ഓടില്ല, പകരം ഏതെങ്കിലും പെണ്ണ് കേസുണ്ടോ എന്നാലേ ഓടുള്ളൂ. ഇത് നമ്മുടെ മാത്രമല്ല, ഈ ഓൺലൈൻ മീഡിയയിലെ എല്ലാവരുടെയും ഒരു നിലപാട് അത് തന്നെയാണ്. പിന്നെ നമ്മൾ മറ്റു ചാനലുകളെ പറ്റി, മറ്റു ഉപഗ്രഹ ചാനലുകളെ പറ്റി പറയുകയാണെങ്കിൽ അവർക്കും ഇപ്പോൾ ഒരു ഓൺലൈൻ വിങ്ങുള്ളത് കൊണ്ടും എല്ലാം ഓൺലൈനായിട്ട് തന്നെ ലൈവായി കാണുന്നത് കൊണ്ടും അവർക്കും വ്യൂവേഴ്സിന്റെ കാര്യം മെയിനാണ്. അപ്പൊ അതുകൊണ്ട് കാഴ്ചക്കാർ ഏതിന് കൂടുതൽ ഉണ്ടാവുമെന്ന് അന്വേഷിച്ച് അയ്യപ്പ സംഗമത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചാറ്റിന്റെ വാർത്തയ്ക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു പമ്പാ സംഗമമെങ്കിലും വരുന്നത് ഒരു ആശ്വാസം എന്ന് നമുക്ക് പറയാം. കാരണം ആൾക്കാർക്ക് പീഡന കേസുകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കേൾക്കാൻ ഒരു വാർത്തയായി നമുക്ക് അതിനെ കാണാവുന്നതാണ്. പിന്നെ സർക്കാർ എന്തുകൊണ്ട് ഇത്തരമൊരു നടപടിയിലേക്ക്, ഇത്തരമൊരു സംഗമത്തിലേക്ക് കടക്കുന്നു? അവരുടെ ഭരണ മികവുകൾ കൊട്ടിഘോഷിക്കാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങളും കോടികളും മുടക്കി ജില്ലകൾ തോറും ഓരോ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുപരിയായി ഇപ്പോൾ ഭക്തരെ ലക്ഷ്യമിട്ടുകൊണ്ട്, ഭക്തർ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസികളെ, നമുക്കറിയാം നേരത്തെ തന്നെ ഇവരുടെ ഈ ഇടതുപക്ഷ സർക്കാരിന്റെയും ഇടതുപക്ഷ സംഘടനകളുടെയും നിലപാട് എന്ന് പറയുന്നത് വിശ്വാസങ്ങളെ എതിർക്കുക, അന്ധവിശ്വാസങ്ങളെ എതിർക്കുക എന്നാണെങ്കിലും അവർക്ക് ഒരു പക്ഷപാതപരമായിട്ടുള്ള ഒരു എതിർപ്പാണ് എപ്പോഴും ഉണ്ടാകാറുള്ളത്. അതായത് ഇപ്പൊ നമ്മളിത് പറയുമ്പോൾ നമ്മൾ BJP അനുകൂലമെന്ന് നമ്മളെ സംഖ്യയായി ചിത്രീകരിക്കും. അതും അവരുടെ ഒരു തന്ത്രമാണ്. എന്തെങ്കിലും നമ്മൾ വിമർശിച്ചാൽ ഉടനെ സംഖ്യയാക്കുക എന്നൊരു, ഇപ്പോ ഞാൻ സംഖ്യ എന്ന് പറഞ്ഞാൽ സംഖ്യ എന്നല്ല, ഒരു BJP അനുഭാവിയാണ് എങ്കിൽ എനിക്ക് സമ്മതിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അങ്ങനെ അല്ലാത്ത ഞാൻ അത് സമ്മതിക്കേണ്ട കാര്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ BJP ആണോ എന്ന് ഒരാൾ പറയുന്നതിനേക്കാളും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒരു CPM കാരിയാണ് എന്ന് ആരോപിച്ചാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. അത് വേറൊരു വശം. അപ്പോ സംഖ്യ എന്നവർ പറഞ്ഞ ആൾക്കാരുടെ വായടപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ പറഞ്ഞു വരുമ്പോൾ ഈ ഹിന്ദു മത വിശ്വാസികളെല്ലാം ഇടത് പക്ഷക്കാരിൽ നിന്നും ഇടത് സംഘടനകളിൽ നിന്നും അകന്നു പോകുന്നതായി അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇത് തുടങ്ങിയതാണെന്ന് അറിയാമോ? ശബരിമല സ്ത്രീ പ്രവേശനം ആ സംഭവമായി തുടങ്ങിയ ഒരു പ്രശ്നമാണിത്. ഇടതു സംഘടനകളിൽ കൂടുതലും ഹൈന്ദവർ കൂടുതലുണ്ടായിരുന്നു. കാരണം ഈ സനാതന ധർമ്മത്തിലൂന്നി വിശ്വാസമാണല്ലോ ഈ ഹൈന്ദവർക്കുള്ളത്. അവർക്ക് കൃത്യമായി ചിട്ടയോടെയുള്ള ഭക്തി മാർഗങ്ങൾ അവർ സ്വീകരിക്കുന്നില്ല. പണ്ട് ഞാനൊക്കെ ചെറുതിൽ എനിക്ക് രാമായണം വായിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. രാമായണം വായിക്കാൻ തുടങ്ങുമ്പോൾ വീട്ടിൽ കുടുംബത്തിലുള്ളവർ പറയുന്നുണ്ട് അതൊക്കെ 60 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് വായിച്ചാൽ മതി, ഇപ്പൊ അതൊന്നും വായിക്കേണ്ടല്ലോ, ഇപ്പൊ പൂമ്പാറ്റ ബാലരമ വായിക്കൂ, ഡിങ്കനെ വായിക്കൂ എന്ന് പറയുമായിരുന്നു. പക്ഷെ അത് അവർ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, നിർബന്ധമായി അമ്പലത്തിൽ പോകണമെന്നോ പ്രാർത്ഥനകളിൽ പങ്കെടുക്കണമെന്നോ ഈ ഹൈന്ദവ വിശ്വാസികളിൽ ആർക്കും ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യലിസ്റ്റ് ചിന്തയോടുകൂടി തന്നെയാണ് ഹൈന്ദവ വിശ്വാസികൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹൈന്ദവർ കൂടുതലും ഇടതുപക്ഷ സംഘടനയുമായി ചേർന്ന് നിൽക്കുന്നവരായിരുന്നു. പക്ഷേ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുടെ മനസ്സിൽ പോറലുകൾ ഉണ്ടാക്കി. അതായത് വിശ്വാസികളുടെ മനസ്സിൽ ഇപ്പോൾ ശബരിമലയിൽ സ്ത്രീകൾ കയറിയാൽ അവിടെ ദോഷമുണ്ടാകുമോ, അയ്യപ്പൻ ഇഷ്ടപ്പെടുകയോ ഇല്ലയോ, അതൊരു കഥയാണോ, ഇത് രണ്ടാമത്തെ വിഷയം. പക്ഷെ ഒരു വിശ്വാസം അത്
പെട്ടെന്ന് വന്ന് അവിടെ മുറിവേൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരുപാട് ഇടതുപക്ഷ വിശ്വാസികൾ തന്നെ അതിനെയും പറയാം, അത് വിശ്വാസമാണല്ലോ ആ പാർട്ടിയിലുള്ള. അപ്പൊ ഇടതുപക്ഷ വിശ്വാസികളായ ഒരുപാട് പേര് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വിട്ടുപോകാൻ മാനസികമായി കമ്മ്യൂണിസത്തെ വെറുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിസത്തിലുപരി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോടുള്ള വിയോജിപ്പ് അത് BJPക്ക് വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി. കാരണം സുപ്രീം കോടതിയുടെ ശബരിമല സ്ത്രീ പ്രവേശന വിധി വന്നപ്പോൾ മൊത്തത്തിൽ എല്ലാവരുടെയും ഒരു നിലപാട് ആദ്യത്തെ, അതായത് ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് ചരിത്രവിധിയായിരുന്നു. ആരും ഇതിനെക്കുറിച്ച് മറിച്ചൊന്ന് ചിന്തിക്കാൻ തയ്യാറായിരുന്നില്ല. അത് തൊട്ടടുത്ത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പ്രഖ്യാപനം വന്നു. ഈ ശബരിമല മണ്ഡലകാലത്ത് സ്ത്രീകൾക്ക് ശബരിമലയിൽ പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും എന്ന്. അങ്ങനെ ഇപ്പോൾ ഒരു പ്രഖ്യാപനത്തിന്റെ ആവശ്യമില്ലായിരുന്നു. ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് അവിടെ പരിശോധിക്കാൻ ഒരു എയ്ഡ് പോസ്റ്റ് ഉണ്ടായിരുന്നു. വരുന്നവർ സ്ത്രീകൾ എത്ര പ്രായമുള്ളവരാണ്, ആ പ്രായപരിധിക്കകത്തുള്ളവർ പുറത്തുള്ളവരാണോ എന്നുള്ള ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇവർ ചെയ്യേണ്ടിരുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ, അവിടെ ഒരു നിർദ്ദേശം കൊടുക്കുക, ഇനി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രം ചെയ്താൽ മതിയായിരുന്നു. എനിക്ക് തോന്നുന്നത് പിന്നെ നാമജപ ഘോഷയാത്ര നയിച്ച സ്ത്രീകൾ ഉൾപ്പെടെ ശരണം വിളിച്ചു ചിലപ്പോൾ ശബരിമലയിൽ കയറുമായിരുന്നിരിക്കാം. നമ്മൾ മറ്റു അയ്യപ്പ ക്ഷേത്രങ്ങളിലെല്ലാം പോകുന്ന അയ്യപ്പ ഭക്തരായിട്ടുള്ള, ഇപ്പൊ പുരുഷന്മാർ മാത്രമല്ല അയ്യപ്പ ഭക്തരായിട്ടുള്ളവര്, ഈ പോകുന്നില്ല റെഡി ടു വെയിറ്റ് പറയുന്നവരെല്ലാം ശരിക്കും അയ്യപ്പ ഭക്തരാണ്. അപ്പോ നമുക്ക് ലീഗലി അവിടെ കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യത്തെ വർഷം പോവില്ലായിരിക്കും, പതിയെ കുറെ പോവുമായിരുന്നിരിക്കാം. ആ ഭക്തിയുടെ ഒരു ഇതില്, ആ ഭക്തി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സ്നേഹമാണ്. നമുക്ക് നമ്മുടെ വിഷമങ്ങൾ പറയാൻ നമുക്ക് ആരെങ്കിലും ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഉളവാക്കുന്ന, നമ്മുടെ ആത്മവിശ്വാസത്തെ വളർത്തുന്ന ഒരു ഫാക്റ്റാണ് ഈ ഭക്തി എന്ന് പറയുന്നത് ശരിക്കും. അപ്പൊ അത് പോവെ എല്ലാവരും ശരണം വിളിച്ചു ഇരുമുടി കെട്ടെടുക്കേണ്ട സ്ത്രീകളെയാണ് നാമജപ ഘോഷയാത്ര നടത്തി റോഡിൽ നിർത്തിയത്. ആര്? ഇവിടുത്തെ പിണറായി സർക്കാർ. അത് മാത്രമാണ് അതിലുള്ളത്. അപ്പോ പിന്നീട് ഇവർക്ക് തിരിച്ച് ചിന്ത വന്നു, ഇവരെ പിണക്കുന്നത് അത്ര ശരിയല്ല എന്നുള്ള രീതിയിൽ. അപ്പൊ ഇവിടെ BJP വളരാനുണ്ടായ സാഹചര്യവും അത് തന്നെയാണ്. അതിനുശേഷം നല്ല രീതിയിലാണ് BJP വളർന്നത്. അതായത് രാഷ്ട്രീയവൽക്കരിച്ചു, ഹിന്ദുക്കളിൽ ഒരു തോന്നലുണ്ടാക്കി. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ BJP അല്ലാതെ ആരുമില്ല. കോൺഗ്രസ്സുകാരും ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നവരാണ്, ഇടതുപക്ഷവും ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ന്യൂനപക്ഷ പ്രീണനത്തിന്റെ മുന്നിൽ നമ്മളെ രക്ഷിക്കാൻ ഇവിടെ BJP മാത്രമേ ഉള്ളൂ എന്ന്. ഇടതുപക്ഷത്തിന്റെ ന്യൂനപക്ഷ പ്രീണനം വളരെ വ്യക്തമാണ്. കാരണം ഗണപതി മിത്താണ്, പക്ഷെ അള്ളാഹുവും ക്രിസ്തുവും ഒന്നും മിത്തല്ല, അതൊക്കെ റിയൽ ആണ് എന്ന ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്ന ഇടതുപക്ഷത്തിനെ കുറിച്ച് സാമാന്യ ജനങ്ങൾക്ക് പോലും അറിയാം, അവർ ന്യൂനപക്ഷ പ്രീണനം നടത്തി തരണം. അപ്പൊ അതുപോലെ ന്യൂനപക്ഷ പ്രീണനത്തിലൂടെ മാത്രം ഇനി വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല. കാരണം ആവശ്യത്തിലധികം ആരോപണങ്ങളും അഴിമതി ആരോപണങ്ങളും എല്ലാം വന്നു കഴിഞ്ഞു. ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയിലും എല്ലാത്തിന്റെയും ഇതെല്ലാം വെറും ഒരു പൊങ്ങച്ചമായിരുന്നു എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതായത് സ്വന്തം പാളയത്തിലുള്ളവർ തന്നെ സർക്കാരിനെതിരെ പല രീതിയിൽ പ്രതികരിച്ചു തുടങ്ങിയപ്പോ മനസ്സിലായി അവര് ഇനി അടുത്ത തന്ത്രം പയറ്റിയാലേ നടക്കുകയുള്ളൂ. തമിഴ്നാട്ടില് അപ്പൊ BJPക്ക് വലിയ രീതിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റാത്തത് തെക്കേ ഇന്ത്യയിലാണ് വലിയ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ കേരളവും തമിഴ്നാടും, അതിൽ കേരളത്തിൽ ഇപ്പൊ സുരേഷ് ഗോപി MP ആയതോടുകൂടി കേരളത്തിൽ അവർ കാലൂന്നി കഴിഞ്ഞു. അപ്പൊ അത് വളരെ വലിയൊരു വിജയം തന്നെയായിരുന്നു അദ്ദേഹം നേടിയത്. അതുകൊണ്ട് തന്നെ BJP കേരളത്തിൽ ഇനി മുന്നേറാൻ കഴിയും എന്നൊരു ഇതിലെത്തിയിട്ടുണ്ട്. അപ്പൊ തമിഴ്നാട് ഒരു തരത്തിലും പിടിക്കാൻ കഴിയില്ല. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? തമിഴ്നാട്ടിൽ മുരുക ഭക്ത സംഗമം, അത് തമിഴ്നാട്ടിൽ കൂടുതൽ ആൾക്കാർ മുരുക ഭക്തരാണ്, കാരണം ഇനി വരുന്നത് മുരുക യുഗമാണ് എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മുരുക ഭക്ത സംഗമം അവിടെ സംഘടിപ്പിച്ചു. അപ്പൊ മറിച്ച് ഇവിടെ കേരളത്തിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ സാധ്യത ഏത് ദൈവത്തിനാ കൂടുതൽ ഒരു മാർക്കറ്റ് സ്റ്റഡി, നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് സ്റ്റഡി നടത്തുമല്ലോ, മാർക്കറ്റ് സ്റ്റഡിയിൽ അയ്യപ്പനാണ് ഇവിടെ കൂടുതൽ. കാരണം ആൾക്കാരിൽ പെട്ടെന്ന് വികാരം ഉണർത്താൻ കഴിയുന്ന അയ്യപ്പൻ. അതുകൊണ്ട് തന്നെ അയ്യപ്പ സംഗമം നടത്തുക. 2018 പ്രളയത്തിന് ശേഷം ഈ പമ്പാ സംഗമം അത് മുടങ്ങിപ്പോയി. അപ്പൊ അത് പുനഃസ്ഥാപിച്ച് എങ്ങനെയും ഭക്തരുടെ മനസ്സിൽ ഇടതുപക്ഷ അനുകൂലമായ ഒരു ചിന്ത ഉണർത്തുക എന്നത് മാത്രമാണ് വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെക്കുക. അത് മാത്രം, അല്ലാതെ ഹൈന്ദവ സ്നേഹമോ അയ്യപ്പ സ്നേഹമോ അയ്യപ്പ ഭക്തരോടുള്ള സ്നേഹമോ ഒന്നുമല്ല. ഈ ആദ്യമായി ശബരിമലയിൽ കയറിയ 2 സ്ത്രീകളുണ്ടല്ലോ, അവരെ ഇതില് ബിന്ദു അമ്മണി, കനകദുർഗ അവരെ പങ്കെടുക്കണം എന്ന് പറഞ്ഞു, പക്ഷെ അവരെ പങ്കെടുപ്പിക്കുന്നില്ല. ഇല്ല, ഇപ്പൊ പറയുന്നത് ഒരു അമ്പലത്തില് പോകുന്നത് നമ്മൾ വെറുതെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടല്ല അമ്പലത്തിലേക്ക് പോകേണ്ടത്. അത്
അവിടെ വിശ്വാസമുള്ളവർക്ക് അവിടെ പോയാൽ ആ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് നമുക്ക് എന്താ കിട്ടും? ഒരു മനസമാധാനം, ഒരു ശാന്തത. അത് കിട്ടാൻ വിശ്വാസമുള്ളവർ പോയാലല്ല അതിന്റെ ബെനിഫിറ്റ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു യുവതി ഗുരുവായൂർ പോയി അവിടെ കുളത്തിൽ കാല് നനച്ചു. അപ്പൊ അത് വലിയ ചർച്ചയായല്ലോ. അപ്പൊ ചോദിക്കുന്നത്, ഒരു കാല് നനച്ചാൽ എന്താണ് ഇത്ര തെറ്റ്? അത് ഇപ്പൊ നിയമസഭാ മന്ദിരത്തിൽ അവിടെ നമുക്ക് സന്ദർശിക്കണമെന്നിരിക്കട്ടെ, അവിടെ പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ലഗേജ് എല്ലാം കൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് പോകാൻ കഴിയുമോ? ഇല്ല, കഴിയില്ല. അവിടെ വെച്ച് നമുക്ക് സെൽഫി എടുക്കാൻ കഴിയുമോ? ഇല്ല. അവിടെ അവരുടേതായ ചില ചിട്ടവട്ടങ്ങളുണ്ട്. അത് പാലിച്ചു വേണം നമ്മൾ. നിയമസഭാ മന്ദിരം ആരുടെയാ? നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്ന, നമ്മൾ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട സാമാജിക ജനപ്രതിനിധികൾ ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾക്കൊന്ന് കയറി കാണണമെങ്കിൽ അവിടെ കുറെ റൂൾസ് ഉണ്ട്. അത് പാലിച്ചു തന്നെയാണ് അതിന്റെ ഉള്ളിൽ കയറുന്നത്. അത് പോട്ടെ, സർക്കാർ ഓഫീസുകൾ ഇപ്പൊ എല്ലാ സ്ഥലത്തും ഒരേപോലെയാണ് നിയമങ്ങൾ? അല്ല. ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായ ഇവിടെ ഇത് അവിടെ ഇത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്യൂ നിൽക്കുക, അങ്ങനെയില്ലേ? ഹോസ്പിറ്റലിലായാലും ശരി, പോയി OP ടിക്കറ്റ് എടുക്കുക, അതിനൊരു ചിട്ടവട്ടമുണ്ട്. അതിന് ചിട്ടവട്ടം എന്ന് പറഞ്ഞു. ആ ചിട്ടവട്ടം ഏതൊരു സ്ഥാപനവും പാലിക്കേണ്ടതുണ്ട് പൊതുജനങ്ങൾ. അതേപോലെ തന്നെയാണ് ആരാധനാലയങ്ങളെയും അങ്ങനെ അത്തരം ഒരു സ്ഥാപനമായി കാണുക. ആരാധിക്കാൻ ജനങ്ങൾക്ക് പോകാൻ കഴിയുന്ന ഒരു സ്ഥാപനം. അത് ഹിന്ദു മതത്തിന്റെ ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിമായിട്ട് മറ്റേത് മതത്തിന്റെ ആയിക്കോട്ടെ, ഒരു ആരാധനാലയത്തിനെയും അങ്ങനെ ഒരു സ്ഥാപനമായി തന്നെ കണ്ടാൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെ പോകുന്നവർ പാലിക്കുക എന്നതാണ് ആദ്യത്തത്. അല്ലാതെ അത് ചോദ്യം ചെയ്യാൻ പാടുണ്ടോ? ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് OP ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല, ആ ഡോക്ടർ എനിക്ക് നേരത്തെ പരിചയമുണ്ട്, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് പോയി ഡോക്ടറെ കണ്ടോളാം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ ഇപ്പൊ കാഷ്വാലിറ്റി പോയാലും ശരി, അതിൻ്റെതായ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് എന്തിനാണ്? അതിന്റെ സ്മൂത്തായ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് പാലിക്കുക എന്നുള്ളതാണ് ഏതൊരു വിശ്വാസിയുടെയും കടമയെന്ന് പറയുന്നത്. അപ്പോ വിശ്വാസമില്ലാത്തവർ അവിടെ പോകേണ്ട ആവശ്യമുണ്ടോ? പല അമ്പലത്തിലും എഴുതിയിട്ടുണ്ട് വിശ്വാസികൾക്ക് മാത്രം പ്രവേശനം. ചിലയിടത്താണ് ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്ന് എഴുതിയിരിക്കുന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഹിന്ദുക്കൾക്ക് വിശ്വാസം ഇല്ലാതാവേണ്ട കാര്യമില്ല. ഹിന്ദുക്കളല്ലാത്തവർക്ക് വിശ്വാസമുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ വിശ്വാസമുള്ളവർ മാത്രം അവിടെ പോട്ടെ. അതാണ് കറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. വില്ലേജ് ഓഫീസിൽ അവിടെ അവിടുത്തെ സേവനം ആവശ്യമില്ലാത്ത ഒരാൾ പോവേണ്ട കാര്യമുണ്ടോ? ഇല്ല. സ്കൂളിൽ പഠിക്കാൻ പോകുന്നവരല്ലേ പോവേണ്ടുള്ളൂ, അല്ലെ വഴിയെ പോകുന്നവരല്ലേ അവിടെ കയറാറുണ്ടോ? ഇല്ല. ആശുപത്രിയിൽ ചികിത്സ ആവശ്യമുള്ളവരാണ് പോവേണ്ടത്. അല്ല വെറുതെ നമുക്ക് ഈ ബിൽഡിംഗ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ ആൾക്കാർ കയറേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ബിന്ദു അമ്മിണിയും കനകദുർഗയും എല്ലാം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് കൂടുതൽ ഈ നടപടികൾ വിശ്വാസികളിൽ നിന്ന് ഇടതുമുന്നണി കൂടുതൽ അകറ്റാനേ ഉപകരിക്കുള്ളൂ എന്നാണ് പറയാനുള്ളത്.